ഉപാസന. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാസന മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉപാസന എങ്ങനെ നമുക്ക് തുടങ്ങാം എന്നീ വിഷയങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പലപ്പോഴായിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ ഒരു ഉപാസന തുടങ്ങാം, ഏത് മൂർത്തിയെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്, ഉപാസന കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മൂർത്തിയെ സദാ ഭജിച്ച് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ മൂർത്തിയായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവുന്നു. ആ ആത്മബന്ധം, ആ മൂർത്തി നമുക്കൊരു അനുഗ്രഹ കലയായിട്ട് മാറുന്നതാണ് ഉപാസന. അനുഗ്രഹ കലയായിട്ട് മാറുന്നതോടുകൂടെ നമ്മളെ ഏത് വിഷമഘട്ടത്തിലും അല്ലെങ്കിൽ ഏത് സമയത്തും നമുക്കൊരു താങ്ങും തണലുമായിട്ട് ഈ മൂർത്തി ഉണ്ടാവും, നമ്മളെ കൂടെ ഉണ്ടാവും, കൂടെയുള്ള ഒരാളായിട്ട് മാറും. നമ്മൾ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പം പറയാറില്ലേ, ഭഗവാനെ കൂടെ ഉണ്ടാവണേന്ന്. അങ്ങനെ കൂടെ ഉണ്ടാവും ഈ മൂർത്തി. അതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവുന്ന ഒരാളായിട്ട് മാറുക, കൂടെ ഇരിക്കുന്ന ഒരാളായിട്ട് മാറുക. ആസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക എന്നാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. നമ്മളൊരു ഭഗവാന്റെ അടുത്തിരുന്ന് അങ്ങനെ നാമം ജപിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടാവും ആ മൂർത്തി. അതിനെയാണ് ഉപാസന എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഉപാസനാ മൂർത്തികളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഒരു കുലത്തിൽ ജനിച്ച ആളാണെങ്കിൽ അവരുടെ കുലദേവതയെ, പരദേവതയെ നമുക്ക് ഉപാസനാമൂർത്തിയായിട്ട് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ കുലത്തിന് പ്രാധാന്യമില്ലെങ്കിൽ നമുക്ക് നക്ഷത്രത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പം അശ്വതി നക്ഷത്രമാണെന്ന് വിചാരിക്കുക, ഗണപതി ഭഗവാനെ ഉപാസനാമൂർത്തിയായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പം അതല്ല, പൂയ നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇനി തിരുവോണ നക്ഷത്രമാണെങ്കിൽ മഹാവിഷ്ണു, മൂല നക്ഷത്രമാണെങ്കിൽ ഭഗവതി, അങ്ങനെ ഓരോ നക്ഷത്രത്തിനനുസരിച്ച്, തിരുവാതിരയാണെങ്കിൽ ശിവൻ, നമുക്ക് അങ്ങനെ നമ്മളുടെ നക്ഷത്രം അനുസരിച്ചിട്ടും നമുക്ക് ഉപാസനാമൂർത്തിയെ തിരഞ്ഞെടുക്കാം. ഇനി എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്? പലതരത്തിലുള്ള ഉപാസനാ രീതികളുണ്ടെങ്കിലും സദാസമയം ഭജിച്ചിരുന്നിട്ട് നമ്മൾ ആ മൂർത്തിയായിട്ട് ആത്മബന്ധം ഉണ്ടാക്കലാണ് ആദ്യം വേണ്ടത്. അതിന് നാമം ജപിക്കുന്ന കണക്കാണെങ്കിൽ ഇപ്പം അഷ്ടാക്ഷരാണ്, ഇപ്പം 8 അക്ഷരങ്ങളുള്ള ഒരു മന്ത്രമാണ് ഒരു മൂർത്തിയുടെ എന്ന് വിചാരിക്കുക. 8 ലക്ഷമെങ്കിലും ആ മന്ത്രം നമ്മൾ കണക്ക് പിടിച്ച് ജപിക്കണം. ആ ഒരു കണക്ക് പിടിച്ച് ജപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകീകരിക്കാനും ഒരു ഏകാഗ്രത കിട്ടാനൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് ഒരു 8 ലക്ഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ആ മൂർത്തിയായിട്ടൊരു ആത്മബന്ധം വരും. പിന്നെ ആ മന്ത്രം കൊണ്ട് ഹോമം കഴിക്കണം, തർപ്പണം വേണം, പിന്നെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക, അല്ലെങ്കിൽ കാലുകഴിച്ചൂട്ട്, പശുദാനം, ഇതൊക്കെ ചെയ്യുന്നതും ഈ ഒരു മന്ത്രത്തിൻ്റെ സിദ്ധി വരുത്താൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് വിഷമഘട്ടത്തിലും ഈ മന്ത്രത്തെ ജപിച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. അത് തന്നെ ഏറ്റവും വലിയ കാര്യം.
നമ്മളറിയാതെ തന്നെ നമ്മളെ കാര്യങ്ങൾ നടന്നു പോവും. പിന്നെ നമ്മളെ ഉള്ളിലുള്ള കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുണ്ടായിരിക്കുന്ന പല കഴിവുകളും നമുക്കറിയില്ല, അതൊക്കെ പുറത്തേക്ക് വരും. നല്ല കഴിവുകൾ, പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവും. ഇതൊക്കെയാണ് ഉപാസനാ മന്ത്രത്തിൻ്റെ പ്രാധാന്യങ്ങൾ. പിന്നെ ഈ ഉപാസനയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഭക്ഷണത്തിലൊക്കെ ക്രമീകരണം വേണം കേട്ടോ. സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പറ്റുമെങ്കിൽ വെജിറ്റേറിയൻ ആവുക. ഉള്ളി മുതലായ സാധനങ്ങൾ, ഉള്ളിയൊക്കെ നെഗറ്റീവ് എനർജിയുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വളരെ സാത്വികമായിട്ടുള്ള, നമുക്ക് മനസ്സിന് ഏകാഗ്രതയിലേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നാമം ജപിച്ച് ഉപാസന ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു വളരെ വലിയ കാര്യമാണ്. എളുപ്പമല്ല ഇതൊന്നും കൊണ്ടു നടക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു രീതിയിൽ ജപിച്ച് തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു ഗുരുവിൻ്റെ ഉപദേശവും കൂടെ വാങ്ങണം. ഒരു ഉപാസനാ മന്ത്രമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഒരു ഗുരുമുഖത്തു നിന്ന് തന്നെ നമ്മൾ ഒരു ഉപദേശമൊക്കെ വാങ്ങുകയും കൂടെ ചെയ്താൽ അത് വേണ്ട വിധത്തിലാവും. പിന്നെ ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ പ്രാധാന്യമുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.